ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കണവത്തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കണവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു കപ്പ് തേങ്ങ. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് എണ്ണയും കറിവേപ്പിലയും. ഇനി വളരെ ചെറിയൊരു പീസ് പുളി. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കണവയുടെ പീസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കണവയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണവയിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി കൂടി പോരുത്, ചെറിയൊരു കഷ്ണം പുളിയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണവ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല. തോരന് നമ്മൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് കോഴ്സായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ട് ഈ സവാളയുടെ കളർ മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. സവാള ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ സോട്ട് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ഇത് 3ഉം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കണവ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടുന്നവരെ സോട്ട് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കണവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കണവയിലോട്ട് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കണവയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.